എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, റെമിനൻസ് ഓഫ് ദ നെഹ്റു ഏജ്. ഈ നെഹ്റു എവിടൊക്കെ നക്കിക്കൊടുത്തുകൊണ്ടാണ് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ചരിത്രം ആ ആട്ടകഥയ്ക്കകത്തൊന്ന് വായിച്ചു. എന്റെ ഒരു സ്വർണത്തിന്റെ കണക്ക് അവിടെ ഉണ്ട്. ഒരു മിനിറ്റ്. യെസ്, ദ്വാരപാലകരുടെ സ്വർണത്തിന്റെ കണക്കുണ്ട്, അതിലേക്ക് വരാം. ഒരു ചോദ്യം കൂടി, അതിനുശേഷം ഞാൻ വരാം. ചോദ്യം ചോദിക്കൂ. അല്ല, ബഹുമാനപ്പെട്ട CPM-ന്റെ പ്രതിനിധിയോടാണ് ചോദിക്കുന്നത്. ആദ്യം തുടങ്ങിയപ്പം തന്നെ നമ്മുടെ ചെങ്ങന്നൂരിൻ്റെ ഇത്രയും ആൾക്കാരുടെ മുന്നിലും ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളുടെ മുന്നിലും താങ്കൾ പറഞ്ഞു ഞങ്ങൾ ഭക്തർക്കൊപ്പമാണ്, ഭക്തരുടെ വിശ്വാസത്തിനൊപ്പമാണ്, എപ്പോഴും നിങ്ങൾ നിൽക്കുന്നത് ആ ഒരു രീതിയിലാണ്. നിങ്ങൾ ഇത്ര കോൺഫിഡൻറ്റോട് പറഞ്ഞു. ഈ ശബരിമല പ്രക്ഷോഭത്തിൽ ഭക്തരുടെ നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടത് നിങ്ങളുടെ പോലീസാണ്. ദേവസ്വം നിങ്ങൾ പറഞ്ഞ എല്ലാ പരിപാടിയും നടത്തുന്നത് ദേവസ്വമാണെന്ന് നിങ്ങൾ പറഞ്ഞു. ദേവസ്വം നോക്കുന്ന അല്ലെങ്കിൽ ദേവസ്വം ആരുടെ കൺട്രോളിലാണ്? ദേവസ്വം മന്ത്രി നിങ്ങളുടെ പാർട്ടിയുടെ ദേവസ്വം മന്ത്രിയാണ്. ആ ദേവസ്വം മന്ത്രി ഉൾപ്പെടെ നിരവധി ഭക്തർക്കെതിരെ നിരപരാധിപരായ ആൾക്കാർക്കെതിരെ കേസ് ഉന്നയിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അന്നും നിങ്ങളുടെ ഒരു സർക്കാർക്കോ അല്ലെങ്കിൽ ഒരു പാർട്ടി പ്രതിനിധികൾക്കോ അംഗീകരിക്കാനോ പ്രതികരിക്കാനോ കഴിഞ്ഞില്ല. ഒന്ന്. രണ്ടാമത്തെ വിഷയം, വിശ്വാസത്തിൻ്റെ കാര്യം പറഞ്ഞു. നിങ്ങളുടെ ഇപ്പോഴത്തെ മന്ത്രി വാസവൻ, മുന്നത്തെ ശ്രീ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ശബരിമല പോയാൽ തല്ലാൻ നിൽക്കുന്ന പോലെ നിൽക്കുന്ന ആൾക്കാർക്ക് എന്ത് ഭക്തി, എന്ത് വിശ്വാസം? ഈ പാർട്ടിയാണോ ഭക്തരെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത്? പിന്നെ ഈ ഉത്സവങ്ങളും ഭക്തരുടെ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പം ആറാം തമ്പുരാനല്ലേ ജഗന്നാഥൻ പറയുന്നത് ഞങ്ങൾ ഉത്സവം നടത്തും, ഞങ്ങൾ ഭക്തർക്ക് കൂടെ നിൽക്കും എന്ന് പറയുന്നത് അത്ര ന്യായമായിട്ടുള്ള കാര്യമല്ല. ഒന്ന്. അടുത്ത കോൺഗ്രസിനോടാണ്. കോൺഗ്രസ് പറഞ്ഞു ബിന്ദു അമ്മണിയുടെ കാര്യം എന്തിനാണ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് ചോദിച്ചു. ബിന്ദു അമ്മണി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ തടയാൻ ഈ സംഘപ്രവർത്തകരും BJP പ്രതിനിധികളും ഉണ്ടായുള്ളൂ. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരാളോ താങ്കളോ ഇവിടെ ഞങ്ങളാരും കണ്ടിട്ടില്ല. ഇനി വന്നാലും താങ്കൾക്ക് തടയാനുള്ള ചങ്കൂറ്റം ഉണ്ടോ? യെസ് ഡയറക്റ്റ് ചോദ്യമാണ്. ഒരു മിനിറ്റ് ഒരു രണ്ട് ചോദ്യം കൂടി ചോദിച്ചിട്ട് ഞാൻ വന്നാൽ പോരെ? ഒരു മിനിറ്റ് ഒന്ന് മനസ്സിൽ വെക്കണേ. BJP-യുടെ അംഗത്തോടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, നമ്മുടെ വികസന കാഴ്ചപ്പാടുകളൊക്കെ ഇവിടെ അഡ്വക്കേറ്റ് M. ശശികുമാർ തന്നെ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ NSS സമുദായവും SNDP സമുദായവും ഇതിന് അവർ പൂർണ്ണമായും ഇതിനൊപ്പം ഉണ്ട്. അപ്പോൾ BJP-യുടെ നിലപാട് എന്താണ്? ആ സമുദായത്തിൻ്റെ നിലപാടിനൊപ്പമാണോ അതോ നിങ്ങൾക്ക് വ്യത്യസ്തമായ നിലപാടുകളുണ്ടോ? NSS-നൊപ്പോ SNDP-യോടൊപ്പോ അല്ലയോ നിങ്ങൾക്ക് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടോ അതിനകത്ത്? രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു, BJP-യുടെ പ്രതിനിധിയോട് സൂചിപ്പിച്ചു, നമ്മുടെ വത്സൻ തില്ലങ്കേരി അവിടെ ആചാരലംഘനം നടത്തി. ഇവിടെ ചെങ്ങന്നൂർ മാർക്കറ്റിൽ ഒരു സാധാരണപ്പെട്ട ആൾ പോകുന്ന പോലായിരുന്നു ആ ഘട്ടത്തിൽ 18-ാം പടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയത്. അതാദ്യമേ തന്നെ കേരള സമൂഹം കണ്ടതാണ്. മറ്റൊന്ന്, നമ്മൾ ഈ മീഡിയയിൽ ഇപ്പോൾ ഇരുമുടിക്കെട്ട് താഴെ ഇട്ടുകൊണ്ട് വലിയ പോലീസുകാർ പിടിച്ചു വലിച്ചപ്പോഴാണ് ഇരുമുടിക്കെട്ട് താഴെ ഇട്ടതെന്നൊക്കെ സൂചിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞത്. നിങ്ങളുടെ BJP-യുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സുരേന്ദ്രൻ ആ സമയത്ത് ഈ നമ്മളാദ്യമേ ഉള്ളിസുര എന്നൊക്കെ വിളിച്ച് ട്രോളി കളിയാക്കുന്ന രൂപത്തിലുണ്ടായപ്പോൾ ആ ഘട്ടത്തിൽ പേര് മാറ്റി ഹാൻസ് സുര എന്നാക്കി. ആ സമയത്ത് ഇരുമുടിക്കെട്ട് ഏന്തി എല്ലാ ആളുകളും വ്രതം കൃത്യമായി എടുത്ത് ശബരിമല പോകുന്ന ഘട്ടത്തിൽ പാൻപരാഗ് ചവച്ചും മദ്യപിച്ചും ശബരിമല പോയ അത് ഉണ്ടല്ലോ, ആചാരലംഘനമാണല്ലോ. അത് ആചാരലംഘനമല്ലേ? താങ്കൾ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷേ താങ്കള് മൈൽഡായ ശബ്ദത്തിലാണെങ്കിലും പറയുന്നത് ശുദ്ധമായ അസംബന്ധവും ഒരു സഭയ്ക്ക് ചേരാത്തതുമാണ്. ഞാൻ വീഡിയോ കാണിച്ചാൽ മാറ്റാവോ? ഞാൻ വീഡിയോ ഒരു നാലാംകട ഫേസ്ബുക്ക് കമന്റിൽ വരുന്ന ഈ രാഷ്ട്രീയക്കാരെ വിളിക്കുന്ന പല പേരും പറയട്ടെ. അപ്പൊ ഞങ്ങള് പിണറായി വിജയനെ പരനാറി വിജയ എന്ന് വിളിച്ചിട്ടില്ല. പിണറായി വിജയനെ ഞങ്ങൾ പരനാറി വിജയ എന്ന് വിളിക്കാറില്ല. ഞങ്ങൾ പിണറായി വിജയനെ മറ്റേ കാരണഭൂതൻ വിളിക്കാറില്ല. പല പേരുകളും ഞങ്ങൾക്കും പറയാറുണ്ട്. അപ്പൊ ദയവ് ചെയ്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലും കിട്ടുന്ന തരംതാണ ഡയലോഗുകളുമായി ഇതേപോലെ ഒരു ചാനൽ ഫ്ലോറിൽ വരരുത്. താങ്കൾ ഒരു ചെറുപ്പക്കാരനാണ്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഞങ്ങളെ പരമാറി എന്ന് വിളിപ്പിക്കരുത്.
അല്ല, താങ്കളുടെ ഒരു- ചോദ്യത്തിന്റെ ഒറ്റ- സകല മെറിറ്റും അല്ല, ഒറ്റ താങ്കളുടെ ചോദ്യം. ചോദ്യത്തിന്റെ അല്ല, സകല മെറിറ്റും അല്ല, ആ ഒറ്റ- അഭിസംബോധനയോട് കൂടി ഞാൻ തീർന്നത് പ്രതീക്ഷിച്ചത് ചോദ്യം. വളരെ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന താങ്കളോട് അല്ല, കുഴപ്പമില്ല. അല്ല, താങ്കളുടെ കുഴപ്പമില്ല. ചോദ്യത്തിന്റെ വളരെ സകല silent മെറിറ്റും അതിൽ സംസാരിച്ച് ഞാൻ തീർന്നു. കരുതി അങ്ങനെ അല്ല, ബുദ്ധിജീവിയാണ്. സകല മെറിറ്റും അതിൽ തീർന്നു. പിന്നെ അങ്ങ് അല്ല, തീർന്നത് ബിജെപിയുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. അല്ല, താങ്കളുടെയും എന്റെ വേണ്ട. മെറിറ്റ് അപ്പൊ ബിജെപി അതുകൊണ്ടാ പറഞ്ഞത്. ബിജെപിയുടെ അല്ല, സർട്ടിഫിക്കറ്റ് ഇവിടെ എനിക്ക് മുമ്പേ വേണ്ട. ചോദിച്ചതുപോലെ അപ്പോ പിണറായി ഒരു വിജയനെ ഒറ്റ പരമാവധി കാര്യമുണ്ട്, എന്ന് ഒറ്റ വിളിക്കാൻ കാര്യമുണ്ട്. വേണ്ടിയിട്ടാണോ താങ്കൾ അല്ലല്ല, സുരേന്ദ്രന്റെ അല്ല. പേര് പറഞ്ഞതെന്ന് എനിക്ക് അല്ലല്ല, സംശയമുണ്ട്. സുരേന്ദ്രൻ Yes, yes. ഹാൻഡ്സ് വെച്ചിട്ടാണ് Yes, yes. സുരേന്ദ്രൻ അത് അങ്ങനെ നിർത്തൂ, please, പറഞ്ഞത്. please. ഒറ്റ കാര്യമുണ്ട്. ഇത് വളരെ കേരളത്തിൽ കൃത്യമായ അല്ല, point അല്ല, അനുസരിച്ച് ചർച്ച പറയട്ടെ. ചെയ്യുമ്പോ കേരളത്തിൽ അതിനെ എന്തിനാ ഇങ്ങനെ അലങ്കോലപ്പെടുത്തുന്നത് പറയട്ടെ. സുഹൃത്തേ? കേരളത്തിലെ അതിന്റെ ആവശ്യമില്ല. കേരളത്തിലെ ഒരു നിമിഷം. കേസ് ചോദ്യം. അല്ലല്ല എനിക്ക് അല്ല, പറയട്ടെ അല്ല. പറയട്ടെ 5 എന്തുവാ മിനിറ്റായി ചേട്ടാ ചോദ്യം. ഇതെന്താ ഇത്? അല്ലെന്ന് 5 മിനിറ്റായി. അല്ല, 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 ഇത് അല്ല, അല്ല, അങ്ങനത്തെ അല്ലല്ല. കേരളത്തിൽ- നിങ്ങൾ വ്യക്തിപരമായ അല്ല, തരത്തിലുള്ള അത് ചോദ്യം മതി, അത് മതി. കേരളത്തിൽ വേണ്ട. അത് മതി. കേരളത്തിൽ ആ ചോദ്യം വ്യാപകമായി 5 മിനിറ്റ് കാസർഗോഡ് ഒരു മുതൽ രീതിയിൽ തിരുവനന്തപുരം ഇടപെടാതെയാണ് വരെയുള്ള ആ ചോദ്യം കേട്ടത്. RSS പക്ഷേ പ്രവർത്തകരെ ഇത് ഈ ദണ്ഡ രീതിയിലേക്ക് അകപ്പതിപ്പിക്കരുത് സുഹൃത്തേ, ഉപയോഗിച്ച് please. പമ്പ തൊട്ട് ചേട്ടാ, ശബരിമല വരെ ചോദിച്ചോളൂ, നിർത്തി ചോദിച്ചോളൂ. മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച സംഭവം അന്ന് ചോദിച്ചോളൂ. ഉണ്ടായി. Yes. അവർക്കെതിരെയാണ് Yes, കേസ് ചോദിച്ചോളൂ, ഉണ്ടായത്. ചോദിച്ചോളൂ. ചോദ്യം സാധാരണപ്പെട്ട CPM ന്റെ ഭക്തർക്ക് പ്രതിനിധിയോടാണ്. ഒരു ചേട്ടാ, അത് കേസും പറയാനാണ് ഉണ്ടായിട്ടില്ല. ഇതേ ഉള്ളത്. അങ്ങ് ചോദ്യം ചോദിക്കാണ് വേണ്ടത്. അത് മറുപടി പറയാനാണ് ഇതേ ഇവിടെ ഉള്ളത്. അങ്ങയുടെ നേതാവ് ഈ ചോദ്യം മാത്രം മറുപടി പറയാൻ ഒരു അവസരം മിനിറ്റ്. അല്ലല്ല, എന്റെ ഒരു ചോദ്യം മിനിറ്റ്, ഒരു സി മിനിറ്റ്, പി ഒരു എമ്മിന്റെ മിനിറ്റ്. പ്രതിനിധിയോടാണ്. ആ, yes. ഇന്നേക്ക് 75 ദിവസം കഴിയുമ്പോൾ പുതിയ മണ്ഡലകാലം തുടങ്ങുകയാണ്. അന്ന് നമുക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് പമ്പയിലേക്ക് പോകുന്നതിനുള്ള KSRTCയുടെ ചാർജ് സാധാരണ നിലയിലേക്ക് കൊണ്ടുവരുവാൻ ഈ അയ്യപ്പ സംഗമത്തിന് കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. Yes, yes. ഇനിയുണ്ടോ? ഒരു മിനിറ്റ്. ഇതൊന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം വിശ്വാസിയാണ് അവിശ്വാസിയാണ് എന്ന പ്രശ്നം അവിടെ ഉദിക്കുന്നില്ല. അദ്ദേഹം അവിടെ പോകുന്നത് നരേന്ദ്രമോദി ചെയ്ത പോലെ പ്രാണപ്രതിഷ്ഠ നടത്താനല്ല പോകുന്നത്. ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യാനാണ് പോകുന്നത്. മനസ്സിലായില്ലേ? ശബരിമലയുടെ വികസനം ചർച്ച ചെയ്യാനാണ് പോകുന്നത്. എന്താ ഇന്നലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്? എന്തിനാണ് നിങ്ങൾ അസഹിഷ്ണുത കാണിക്കുന്നത്? കോടതി ചോദിച്ചത് എന്താ? ഒരു ദിവസത്തെ പരിപാടി നടത്തിയാൽ എന്താണ് ദോഷം? അപ്പോൾ ഹർജിക്കാരൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്ക് അയ്യപ്പ സംഘം എന്ന പേര് മാറ്റണം. കോടതി ശ്രദ്ധിച്ചോ? നിങ്ങളെന്തിനാ ഈ അസഹിഷ്ണുതപ്പെടുന്നത്? ശബരിമലയുടെ വികസനം നടന്നാൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം? എന്താ അതാ പറഞ്ഞത്. എന്താ ബഹുമാനപ്പെട്ട കോടതി 2018 പറഞ്ഞത്? ഭരണഘടനാ അവകാശം ആർക്കും നിഷേധിക്കാൻ പാടില്ല. ഒരു സംസ്ഥാന ഗവൺമെൻറ് അത് നടപ്പാക്കാൻ ബാധ്യതയുണ്ടെന്നേ നിയമപരത്തിലെന്ന് പറയണം. സംസ്ഥാന ഗവൺമെൻറ് ഭരണഘടനാ സ്ഥാപനമാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് ഭരണഘടനാ അവകാശം ആർക്കും നിഷേധിക്കാൻ പാടില്ല. നിങ്ങൾ ഇപ്പോഴും ഉത്തരം പറഞ്ഞില്ലല്ലോ. ഈ കേസ് ആരാ കൊടുത്തത്? ആരാണ് ശബരിമലയിൽ സ്ത്രീ പ്രശ്നം പറഞ്ഞ് ആദ്യം പറഞ്ഞത്? ഈ വിധി വന്നപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ ആദ്യം പിന്തുണ കൊടുത്തത്? നിങ്ങൾ അതൊന്നും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിമാറി അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പിന്നെ വിവാദം ഉണ്ടാക്കുക. അതാണ് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പരമാവധി ശ്രമിച്ചില്ലേ? ആഗോള അയ്യപ്പ സംഗമം തടയാൻ വേണ്ടി ശ്രമിച്ചില്ലേ? ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് തടഞ്ഞു, എല്ലാം തടഞ്ഞു, അവസാനം സുപ്രീം കോടതി തടഞ്ഞു, അവസാനം പേര് പോലും മാറ്റമല്ലോ. കോടതി ശ്രദ്ധിച്ചോ? നിങ്ങളെന്തിനാ അസഹിഷ്ണുതപ്പെടുന്നത്? അവിടെ ശബരിമലയോട് താല്പര്യമുള്ള ഭക്തന്മാർ വരട്ടെ, അവിടെ അഭിപ്രായങ്ങൾ പറയട്ടെ. ആയിക്കോട്ടെ, ഞങ്ങൾ എന്താ എന്റെ ഒരു 4 കിലോ സ്വർണ്ണത്തിന് ചോദ്യം അവിടെ പറയട്ടെ, ഉണ്ട്. അത് ഒരു പറയാം. മിനിറ്റ്, ശ്രീ അനിൽ, ഒരു മിനിറ്റ്. എനിക്ക് മറുപടി പറയണ്ടേ? എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ അല്ല, ഞാൻ കുറെ ശ്രീകുമാർ ഒരു നിമിഷം, ഇവിടെ ഒരു 2 മിനിറ്റ്. എനിക്ക് കുറെ നേരം അനിൽജിയിലേക്ക് പോകണം. അങ്ങ് പറഞ്ഞതിന് ശേഷമേ പോകും. ഇങ്ങനെ നിങ്ങൾ 3 പേരുടെ ഒരു ഭാഗത്ത് നിൽക്കാതെ പറഞ്ഞതിന് ശേഷമേ പോകും. ഒരു 2 മിനിറ്റ് പറഞ്ഞോളൂ. യെസ്, ശ്രീകുമാർ പറഞ്ഞോളൂ. ശ്രീകുമാർ പറയൂ. ഇവിടെ വീണ്ടും BJPയുടെ പ്രതിനിധി അമ്മണി, എന്താ പറയുക പേര്, ബിന്ദു അമ്മണിയിലേക്ക് തന്നെ വന്നു. ബിന്ദു അമ്മണി വരുമ്പോൾ നിങ്ങൾ തടയുവോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അതാണ്. അപ്പോൾ ബിന്ദു അമ്മണിയിൽ തങ്ങി നിൽക്കുന്ന ഒരു രാഷ്ട്രീയമായി BJPയുടെ രാഷ്ട്രീയം മാറരുത്. ഞാൻ പറഞ്ഞത് ശബരിമലയെ ഞാൻ ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നു, ശബരിമലയെ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കുക. ഇവിടെ എന്താണ് അജണ്ട? എൻ്റെ പൂച്ച പുറത്തായി, കോൺഗ്രസിന്റെ പൂച്ച പുറത്തായി എന്നാണ് പറഞ്ഞത്. കോൺഗ്രസിന്റെ പൂച്ചല്ല, BJPയുടെ പൂച്ച അറിയാതെ ഇവിടെ വാജ്പേയിയുടെ വായിൽ നിന്ന് പുറത്തു വന്നു. അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ശബരിമലയെ ഞങ്ങൾക്ക് വിട്ടുതരാൻ, ശബരിമലയെ ഞങ്ങൾക്ക് ഇങ്ങ് വിട്ടുതരാനാ പറഞ്ഞത്. അപ്പൊ അജണ്ട വ്യക്തമാണല്ലോ. ശബരിമലയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസികൾക്കല്ലേ കൊടുക്കേണ്ടത്? ശബരിമലയ്ക്ക് വേണ്ടിയുള്ള വിശ്വാസികളുടെ കയ്യിൽ നിൽക്കണം. വിശ്വാസികൾക്ക് അവിടെ യഥേഷ്ടം പോകണം. അവർക്ക് അഭിനവ വിശ്വാസികളാണ്. വ്രണിതഹൃദയരായിട്ടുള്ള ഭക്തർ പോലീസിന്റെ കൊടുത്ത് കയറ്റി. നിങ്ങൾ ബിന്ദു അമ്മണിയെ രാത്രിയുടെ മറവിൽ കയറ്റി. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധി ഇതിനെ പിന്തുണച്ചു എന്ന് പറഞ്ഞു. ശരി, അവിടെ നിൽക്കട്ടെ. ആരാണ് ഹർജി ഫയൽ ചെയ്തത്?
പ്രേരണാകുമാരി എന്ന് വെച്ചാൽ സംഘപരിവാറിന്റെ നേതാവ് ഭയ്യാജി ജോഷി അടക്കമുള്ള ആളുകൾ പരസ്യമായി അതിനെ പിന്തുണച്ചു. ആ കോടതിയിൽ കേസ് വരുമ്പോൾ CPM എന്താ ചെയ്തത്? CPM യുവതീ പ്രവേശനത്തിന് അനുകൂലമായി, അതായത് ആ കേസിന് അനുകൂലമായി അഫിഡവിറ്റ് കൊടുക്കുന്നു, ഉത്തരവ് മേടിക്കുന്നു. ആ ഉത്തരവുമായി വന്നതിന് ശേഷം അവിടെ ആചാരലംഘനം നടത്തുന്നു. ആചാരലംഘനം നടത്തി കഴിയുമ്പോൾ BJP ഇറങ്ങിയിട്ട് എന്താ പറയുന്നത്? വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് അടച്ചിട്ട മുറി പറയുന്നു സുവർണ അവസരമാണ്, നമുക്കിത് വിനിയോഗിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെ അജണ്ട ഒന്നാണ്. നിങ്ങളുടെ അജണ്ട വളരെ വ്യക്തമാണ്. ഇനി ആരെ പ്രേരണാകുമാരിക്ക് ഒരു സ്വീകരണം കൊടുത്തിരുന്നു. ആ സ്വീകരണത്തിൽ ആരൊക്കെയായിരുന്നു പങ്കെടുത്തതെന്നും കൂടി നമ്മൾ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയെ ഒന്ന് തിരക്ക് നന്നായിരിക്കും. കേസിനെ പറ്റി പറയുന്നത് ശ്രീ അനിൽ പറയൂ അനിൽ ഒന്ന് പോയിന്റ് ഇടിയാം. യെസ് അനിൽ, ശ്രീ അനിൽ ഒരു നിമിഷം, അല്ല ഒരു നിമിഷം അനിൽ പറഞ്ഞോളൂ. ചില മോഷണ കേസിലെ പ്രതികളെ എത്രമാത്രം ഇടിച്ചാലും ചോദ്യം ചെയ്താലും അതിന് ഉത്തരം പറയാറില്ല. അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ CPM പ്രതിനിധിയുടെ. 4.5 കിലോ സ്വർണം എന്ന് 40 വട്ടമായിട്ട് അവതാരകൻ ചോദിക്കുകയാണ്. യാതൊരു മറുപടിയും ഇതുവരെ, കമ്പിളിപ്പുതപ്പ് എന്ന സിനിമയിൽ പറയുന്ന പോലെ തന്നെ അതേ അവസ്ഥ തന്നെയാണ്. അദ്ദേഹം ഇതുവരെ അദ്ദേഹത്തിൻ്റെ വാ തുറന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ശബരിമലയിൽ നമ്മൾ നോക്കണം, കഴിഞ്ഞ ദിവസം PS പ്രശാന്ത് ഒരു കാര്യം പറഞ്ഞു. ഓരോരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, ഭഗവാൻ ഞങ്ങൾക്ക് ഓരോന്നുണ്ടാക്കി തന്നുകൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് കളി ആര് കളിച്ചാലും അവർക്കൊക്കെ കൃത്യമായ മറുപടി കിട്ടുമെന്നതിൻ്റെ തെളിവുണ്ട്. കുറേ കാലം മുമ്പ് ഇപ്പോൾ ഈ ശബരിമല സംഗമത്തിന് നേതൃത്വം കൊടുക്കുന്ന KB ഗണേഷ് കുമാറിൻ്റെ അച്ഛൻ ബാലകൃഷ്ണപിള്ള നിയമസഭയിൽ അന്നത്തെ G സുധാകരൻ ദേവസ്വം മന്ത്രിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ബഹുമാനപ്പെട്ട സുധാകര, അയ്യപ്പനോട് കൂടുതൽ കളിക്കേണ്ട, താങ്കൾക്ക് പണി കിട്ടും. അന്ന് സുധാകരൻ ചിരിച്ചു തള്ളി. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും അച്യുതാനന്ദൻ ദേവസ്വത്തിന്റെ വകുപ്പെടുത്ത് കടന്നപ്പള്ളി രാമേന്ദ്രന് കൊടുത്തു. അതേ അനുഭവം തന്നെയാണ്, ധാരാളം അനുഭവം തന്നെയുണ്ട്. സുരേന്ദ്രന് പറ്റിയത് ഇരുമുടി കെട്ടി ഒന്നുമല്ല, അദ്ദേഹത്തിന്റെ പൂർത്തിയാക്കിയിട്ടാണ് മാറിയത്. അദ്ദേഹം അതിനുവേണ്ടി എത്രയോ കാലമിരുന്നു. താങ്കൾ ചുമ്മാ പറയാതിരിക്കും. സുരേന്ദ്രൻ വീട്ടിലിരുന്നോട്ടില്ല, അത് എന്റെ വിഷയമല്ല. തീർച്ചയായിട്ടും ശബരിമല കേന്ദ്രീകരിച്ചൊരു കൊള്ള സംഘമാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇവിടെ നിന്ന് ശബരിമലയിലെ ആ സ്വർണം ചെന്നൈയിലേക്ക് കൊണ്ടുപോയി ഇവിടെ നിന്ന് സ്വീകരിച്ചതിന് ശേഷം 1.25 മാസം കഴിഞ്ഞാണ് ചെന്നൈയിൽ ആ സ്വർണം ഉരുപടി എത്തിച്ചേർന്നത്. ആ 1.25 മാസക്കാലം കൊണ്ടാണ് 4.5 കിലോ കുറഞ്ഞത്. ഈ ശബരിമലയിൽ ബന്ധപ്പെട്ട് മാത്രമല്ല ഈ കൊള്ള നടക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് മുമ്പ് 7.5 പൊന്നാന വിളക്കാനാണെന്നും പറഞ്ഞ് പുറത്തെടുത്തപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടത് കൊണ്ടാണ് ആ മോഷണം തടഞ്ഞത്. അതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, പൂർണ്ണത്രയീശന്റെ കൊച്ചി രാജകുടുംബം സംഭാവന ചെയ്തിട്ടുള്ള ഒരു നെറ്റിപ്പട്ടം ഇതേപോലെ അടിച്ചു മാറ്റാനുള്ള ആസൂത്രിതമായ ശ്രമം ഈ ദേവസ്വം ബോർഡുകൾ കാണിക്കുകയുണ്ടായി. നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. ഈ അയ്യപ്പ സംഗമം ഭംഗിയായി നടത്തണമെന്ന് അയ്യപ്പ ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ ഈ വിവാദം ഉണ്ടാകുമായിരുന്നു. 2019 ഈ 4.5 കിലോ സ്വർണം അടിച്ചു കൊണ്ടുപോയത്. അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ ശബരിമലയിൽ ഈ സംഗമം നടക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെ അത് പുറത്തു വന്നു. ഈ കള്ളത്തരങ്ങളൊക്കെ ഓരോ ദിവസവും പുറത്തു വരും. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, പിണറായി 1200 കോടി രൂപ കൊടുത്തു. എൻ്റെ സുഹൃത്തെ, പിണറായിയുടെ വീട്ടിൽ നിന്നൊന്നും കൊടുത്ത പൈസയല്ല. ഓരോ മണ്ഡല വ്രതകാലത്തും 10,000 കോടി രൂപയാണ് ഈ ഇവിടുത്തെ ഞാനിവിടെ കോവിഡ് സമയത്ത് 141 കോടി രൂപ ആരാ കൊടുത്തത്? ഒരു വരുമാനം ഇല്ലായിരുന്നല്ലോ, ഇടതുപക്ഷ ഗവൺമെന്റ് കൊടുത്തത്. ഇടതുപക്ഷ ഗവൺമെന്റ് താങ്കൾ ആ വാചകം പറയുന്നത് ഇത് പിണറായിയുടെയോ തോമസ് ഐസക്കിന്റെയോ പോക്കറ്റിൽ കൊടുക്കുന്ന പൈസയല്ല. പൊതു ഖജനാവിലെ ഇവിടുത്തെ ഭക്തർ അർപ്പിക്കുന്ന കാണിക്കയുടെ പൈസ എടുത്തു കൊടുത്താല് പിണറായി കൊടുത്ത പൈസയാണ് വെറുതെ ആവശ്യമില്ലാതെ പറയില്ല. തൊട്ടപ്പുറത്ത് നോക്കിയാൽ മതി, റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയാണ്, അതറിയത്തില്ലേ? എന്താ കേന്ദ്ര ഗവൺമെന്റ് ചെയ്തത്? 11 വർഷക്കാലം ഭരിച്ചില്ലേ? അല്ല, ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. ശബരിമല മാസ്റ്റർ പ്ലാന്റെ അടിസ്ഥാനത്തിൽ 100 കോടി രൂപ അനുവദിച്ചു. അതിനകത്തെ 22 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചത്. 78 കോടി രൂപ ലാപ്സ് ആക്കി കളഞ്ഞ ഒരു സർക്കാരാണ് ഈ ലോകത്തുള്ള ഭക്തന്മാരെ എല്ലാം വിളിച്ചു വരുത്തിക്കൊണ്ട് ഇടത്താവളമായിട്ടുള്ള ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷന് വേണ്ടി നിങ്ങൾ നയാ പൈസ മുടക്കിയോ? 11 വർഷക്കാലം ഭരിച്ചില്ലേ? 11 വർഷക്കാലം ഭരിച്ചില്ലേ? ഒരു നയാ പൈസ മുടക്കിയോ? ശശികുമാർ അവസാന നിമിഷത്തിലേക്കാണ്. സാറേ, ഒരു ചെറിയ കാര്യം, ഒറ്റ മിനിറ്റ്. ഇത്രയും നേരം കണ്ടല്ലോ,
കോൺഗ്രസ്സുകാർക്ക് സ്വർണത്തിന്റെ പറയില്ല, ബാക്കിയെല്ലാം പറയും. അല്ല, അരി എത്ര- അല്ല, അരി എത്ര- അല്ല, ഏയ്, ചേട്ടാ, ചേട്ടാ, ഒരു മിനിറ്റ് അല്ല, ഒരു കാര്യം ചോദിക്കാനുണ്ട്. ചോദ്യമുണ്ടോ അങ്ങേക്ക് ചോദ്യമുണ്ടോ? അങ്ങേക്ക് ചോദ്യമുണ്ടോ? ചോദ്യമുണ്ടോ? പണിക്കരേട്ടാ, പണിക്കരേട്ടാ. ചോദിക്കും അരി എത്രാന്ന് ചോദിക്കുമ്പോ പയറഞ്ഞെന്ന് പറയാം. ചോദിക്കും ചോദ്യങ്ങൾക്ക് മറുപടി പറ. പല പരിപാടികളും കണ്ടിട്ടുണ്ട്. അല്ല, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ചോദിക്കും അങ്ങ് ചോദിക്കും. അല്ല, ആമുഖത്തിന് സമയമില്ല, അതിന് നമുക്ക് വേറെ സമയം എടുക്കാം. അങ്ങക്ക് ചോദ്യമുണ്ടോ? അല്ല, ആയിക്കോട്ടെ, അങ്ങക്ക് ചോദ്യമുണ്ടോ? അങ്ങക്ക് ചോദ്യമുണ്ടോ? ചോദ്യമുണ്ടോ? ചോദ്യമുണ്ടോ അങ്ങക്ക് ചോദ്യമുണ്ടോ? ഞാൻ നിഷ്പക്ഷനല്ല, ഞാൻ ഇവിടെ തന്നെ പറഞ്ഞതാണ്. എനിക്ക് ദേശീയതയാണ്, ഞങ്ങൾ അന്നും ഇന്നും ഭക്തർക്കൊപ്പമാണ്. ഇതിന് ഒരു നിഷ്പക്ഷതയില്ല. അങ്ങ് പറയും. ആദ്യം എനിക്ക് ബിജെപിയുടെ പറയുന്നതോടാണ്. പെട്ടെന്ന് ചോദിക്കണം, സമയമില്ല. തില്ലങ്കേരിക്ക് എതിരെ കേസുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തില്ലങ്കേരി എന്ന ഭക്തൻ, അങ്ങനെ ഞാൻ പറയാം, ഭക്തൻ തന്നെയാണ്. 18 നാട് പോയി നിന്നല്ലോ. അവിടെ അദ്ദേഹം പോലീസ്, പിണറായി വിജയന്റെ പോലീസിന്റെ ഉദ്യോഗസ്ഥന്റെ ഒത്താശയോടെ മയക്ക് മേടിച്ച് 18-ാം പടിക്ക് പൃഷ്ഠം തിരിഞ്ഞ് നിന്ന് അയാൾക്ക് കേസല്ലാതെ താമരോദരം ഒന്നത്. രണ്ടാമത്തെ കാര്യം, CPM-ന്റെ പ്രതിനിധിയോടും ചോദിക്കണമല്ലോ, തീർച്ചയായിട്ടും. ഇത് നിങ്ങൾ എല്ലാവരും പറയുന്നു നമ്മുടെ ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണെന്ന്. ഇന്നലെയും ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഒരു 500 കട്ടൗട്ട് ഞാൻ അവിടെ കണ്ടു. ഒന്ന് മുഖ്യമന്ത്രിയുടെ, രണ്ടാമത് വാസവന്റെയും. ഞാൻ അയ്യപ്പനെ കണ്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും പറയണം. അയ്യപ്പനെ കണ്ടില്ലെന്ന് മാത്രമല്ല, ഈ പ്രോഗ്രാം നോട്ടീസിൽ കണ്ടില്ലെന്ന് അയ്യപ്പനെ ഞാൻ കണ്ടു. അതല്ല, അയ്യപ്പ സംഗമത്തിന്റെ എംബ്ലം ഉണ്ട്, അയ്യപ്പനുണ്ട്. കാണാത്തോണ്ടാ അയ്യപ്പ സംഗമത്തിന്റെ അതിലുണ്ട്, എംബ്ലം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നോക്കിയോ? ഒരു മിനിറ്റ്, നമുക്ക് സമയം തീരാറായി, അതുകൊണ്ടാണ് പെട്ടെന്ന്. ഇവിടെ KSRTC-യുടെ ഒരു ചോദ്യമുണ്ട്, അതുപോലെ എന്റെ ഒരു സ്വർണത്തിന്റെ ചോദ്യം കൂടി ഉണ്ട്, അതിന് ഉത്തരം തന്നിട്ടില്ല. അല്ല, ഞാന് ശബ്ദമുണ്ട്. ഹലോ, ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ നമുക്ക് സമയം അല്ല, എല്ലാവരും ഒരു ബഹളം ഒന്ന് അവസാനിപ്പിക്കാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഒരു 2 മിനിറ്റ് ഉണ്ട് അവസാനിപ്പിക്കും. നിങ്ങൾ വെറുതെ കലങ്കി സംവാദം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? നടക്കുമോ നിങ്ങളെ? ഈ കേരളത്തിൽ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും സഹിഷ്ണുത വേണം, ഭക്തി വേണം, വിനയം വേണം, ഇതൊക്കെ ഉണ്ടാവണം. ശരി. അല്ല, എനിക്കൊരു രണ്ട് മിനിറ്റ്. നമ്മളെ ഈ വിവാദങ്ങളും നമ്മളുടെ ബഹളങ്ങളും ഒക്കെ മാറ്റിവെച്ചാലേ നമ്മളൊരു കാതലായ ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യണം. കാരണം ഇവിടെ ശശികുമാർ അടക്കമുള്ളവർ ഇത്രയും നേരം സ്ഥാപിക്കാൻ ശ്രമിച്ചത് അവർ വിശ്വാസികളോടൊപ്പമാണ്, ശബരിമലയുടെ വികസനമാണ് അവരുടെ ലക്ഷ്യമെന്നൊക്കെയാണല്ലോ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിച്ചത്. ഞാനൊന്ന് ചോദിച്ചിട്ട്, ഇവിടെ ഒരു ചേട്ടൻ ചോദിച്ചതിൻ്റെ ഒരു വിശദീകരണമായിട്ട് ഞാൻ പറയാം. ഈ ശബരിമലയുടെ വികസനത്തെപ്പറ്റി വാചാലരാകുമ്പോൾ കേരളത്തിലെ സർക്കാരിൻ്റെ ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും വരുമാനത്തിൻ്റെ സിംഹഭാഗം ശബരിമലയിൽ നിന്നാണെന്ന് ദയവേതും മറന്നു പോകരുത്. കേരള പോലീസ് ശബരിമലയിൽ സേവനമല്ല ബഹളം വെക്കാതെ സുഹൃത്തെ, ഉള്ളത് പറയുമ്പോ കള്ളിക്ക് തുള്ളല, വെള്ളം വെക്കാതെ. കേട്ടോ, ശബരിമലയില് പോലീസ് സേവനമല്ല അനുഷ്ഠിക്കുന്നത്. പോലീസിന് ദേവസ്വം ബോർഡിൽ നിന്ന് നീക്കിയിരിപ്പുണ്ട്. പോലീസ് ദേവസ്വം ബോർഡിൽ നിന്ന് ശമ്പളം പറ്റിയിട്ടാണ്, പ്രത്യേക അലവൻസ് ദേവസ്വം ബോർഡാണ് കൊടുക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡ് കൊടുക്കുന്ന കറണ്ടിന് ശബരിമലയിൽ സ്പെഷ്യൽ താരിഫാണ്, സ്പെഷ്യൽ ചാർജാണ്. അമിത സൗജന്യമായിരുന്നു. ആദ്യം പോയി തിരക്കണം, സൗജന്യമായിരുന്നു. ഇതൊന്നും അറിയാതെ പറയരുത്. അപ്പോ ഈ സ്പെഷ്യൽ താരിഫാണ്, സ്പെഷ്യൽ ചാർജാണ്, ഇരട്ടി ചാർജാണ് മേടിക്കുന്നത്. സർക്കാരിൻ്റെ ഡോക്ടർമാരും ആരോഗ്യരംഗവും ഫയർഫോഴ്സും പ്രവർത്തിക്കുന്നത് ചാർജ് മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം പോയിക്കൊള്ളട്ടെ. ഇപ്പോൾ ഇവർ കുംഭമേളയുടെ കാര്യമടക്കം ചോദിച്ചു. കേരളത്തിൻ്റെ പൊതുഖജനാവിലേക്ക് എത്ര കോടി രൂപ സംഭാവന ചെയ്യുന്ന ഒരു സംരംഭമാണ് ശബരിമല. ശബരിമലയുടെ 52 ദിവസത്തെ തീർത്ഥാടന കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ വരുമാനം എത്രയാണെന്ന് സർക്കാരാണ് പുറത്തുവിടേണ്ട കണക്ക്. ഇത്രയേറെ വരുമാനം തരുന്ന ഒരു സ്ഥലത്തേക്ക് പോകാൻ ഭക്തരെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കുന്ന ഒരു നിലപാട് മാറി മാറി ഭരിച്ച സർക്കാരുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? സെസ് കൊടുത്താണ് ഒരു അയ്യപ്പ ഭക്തൻ ശബരിമലയിലേക്ക് പോകുന്നത്. അല്ല എന്ന് ശശികുമാറിന് നിഷേധിക്കാൻ പറ്റുമോ? ആണോ? ബാക്കി എല്ലായിടത്തും മറ്റേ ഹജ്ജിന് പോകുമ്പോൾ പിന്നെ മണ്ണെണ്ണ അടിച്ചുകൊണ്ടാണല്ലോ പോകുന്നത്. ഒന്ന് പോയേട്ടാ ചേട്ടാ, ചെല്ല് കേട്ടോ. അപ്പോൾ അവിടെ നിൽക്ക്. അപ്പോൾ അതുകൊണ്ട് ഈ സെസ് കൊടുത്താണ് ശബരിമല. താങ്കൾ ശബരിമലയിൽ പോകാത്തതുകൊണ്ട് താങ്കൾക്ക് നോവലില്ല, പോകുന്നവരുടെ വികാരമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ
ശബരിമലയിൽ പോകുന്ന ഓരോ അയ്യപ്പ ഭക്തനും KSRTCക്ക് സെസ് കൊടുത്താണ് പോകുന്നത്. ബഹുമാനപ്പെട്ട ശശികുമാറിനോട് നിങ്ങളുടെ സർക്കാരിന് എന്തായാലും ഈ മണ്ഡലമാസക്കാലം കൂടെ നിങ്ങൾ ഭരിക്കുമല്ലോ, എനിക്ക് ഉണ്ടോ? ഇല്ല, ഉണ്ട്, 2 മാസം കൂടിയുണ്ട്, വൃശ്ചികം വരികയാണ്. അല്ലല്ലോ, തന്റെ ഇടമുണ്ടെങ്കിൽ ശശികുമാർ, താങ്കൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ ശബരിമല KSRTCക്ക് ഏർപ്പെടുത്തുന്ന സെസ് പിൻവലിക്കാൻ ഏരിയ കമ്മിറ്റിക്ക് ഒരു പ്രമേയം പാസാക്കി വേണ്ട ഒരു ടെലിഫോൺ കോൾ കൂടെ ME ഗോവിന്ദനോട് ആവശ്യപ്പെടാമോ? ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ മാറ്റി പറയണം. ശരി, അങ്ങനെയാണെങ്കിൽ ശബരിമല തീർത്ഥാടനത്തിൽ വരുന്ന റെയിൽവേ വരുന്ന അയ്യപ്പ ഭക്തന്മാർ നിങ്ങൾ സൗജന്യമായിട്ട് യാത്ര നടത്തുമോ? പറ. ഭയങ്കര ബുദ്ധിപരമായ ചോദ്യമാണ്, ഭയങ്കര ബുദ്ധിപരമായ ചോദ്യമാണ്. ഭയങ്കര ബുദ്ധിപരമായ ചോദ്യമാണ്. മുതിർന്ന പൗരന്മാർക്ക് സെസ് കൊടുത്തല്ല റെയിൽവേയിൽ വരുന്നത്, സെസ് കൊടുത്തല്ല വരുന്നത്, സെസ് കൊടുത്തല്ല വരുന്നത്. എവിടുന്ന് വന്നു? എന്തോ സെസ് എന്ന് പറഞ്ഞാലും എന്തോ സെസ് എന്ന് പറയുന്നത് നിങ്ങള് അതായത് ഔറംഗസീബിന്റെ ഭരണകാലത്ത് ഹിന്ദുക്കൾ ജസിയ കൊടുത്ത് ജീവിച്ചതുപോലെ പിണറായി വിജയന്റെ ഭരണകാലത്ത് റെയിൽവേക്ക് സൗജന്യം കൊടുക്കുന്ന ശബരിമലയിൽ പോകണമെങ്കിൽ അധികം റെയിൽവേ യാത്രക്കാർ നിങ്ങൾ സൗജന്യം കൊടുക്കുക. അടിക്കടി റെയിൽവേ ചാർജ് പിന്നെന്തോ സൗജന്യം വേണ്ട, ഉള്ള നിരക്ക് മേടിച്ചാ മതി, ഉള്ള നിരക്ക് മേടിച്ചാ മതി, ഉള്ള നിരക്ക് മേടിക്കാനുള്ള തന്റെ ഇടം കാണിക്കുക. ഒരു നിമിഷം, ഉള്ള നിരക്ക് മേടിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും വലിയ വരുമാനമാണ് സെസ്. ശ്രീ ശശികുമാർ, ശ്രീ ശശികുമാർ, അവസാന നിമിഷം ദയവായി ഒരു നിമിഷം, ഒരു നിമിഷം. ശ്രീ ശശികുമാർ, ശശികുമാർ, ശ്രീ ക്യാപ്സൂളുകൾക്കൊന്നും ഒട്ടും ആയുസില്ല. ഒരു മിനിറ്റ്, നമുക്ക് സമയം അവസാനിപ്പിക്കാറ്. ഒറ്റ മിനിറ്റ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് വേണേ, പ്രതിനിധി ഒരുപാട് സഹായങ്ങൾ ചെയ്തതിനെ പറ്റി പറയുന്നു. ഈ കണക്കിനെ പറ്റിയൊന്നും നമുക്കറിയാം. ഞങ്ങൾ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ കൂടുതലൊന്നും കൊടുക്കണ്ട, കിട്ടിക്കൊണ്ടിരുന്നതെങ്കിലും കൊടുക്കാനുള്ള മര്യാദ കാണിക്കണം. കാരണം കവനന്റ് പ്രകാരം 49 മുതൽ 40 ലക്ഷം രൂപ ഗവൺമെന്റ് ദേവസ്വം ബോർഡ് കൊടുക്കണമായിരുന്നു. അത് വർദ്ധിപ്പിക്കുന്ന ശ്രീമാൻ AK ആന്റണിയുടെ കാലത്താണ് 80 ലക്ഷമാക്കി. കഴിഞ്ഞ LDFന്റെ ഒന്നാം ഗവൺമെന്റ് കാലത്ത്, പിണറായി ഗവൺമെന്റ് കാലത്ത് അത് 10 കോടി രൂപയാക്കി വർദ്ധിപ്പിച്ചു, പ്രഖ്യാപനം നടത്തി. പക്ഷേ കഴിഞ്ഞ 3 വർഷമായി 10 കോടി ഇല്ലെന്ന് മാത്രമല്ല, കിട്ടിക്കൊണ്ടിരുന്ന 80 ലക്ഷം രൂപ പോലും കൊടുക്കുന്നില്ല. ഇവിടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് രൂപയാണ് ദേവസ്വം ബോർഡിന്റെ സർക്കാരിന്റെ കൈവശമിരിക്കുന്നു, അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കലും കബളിപ്പിക്കലും. ഇവിടെ BJP പ്രതിനിധികളോട് ഞങ്ങൾ പറയുന്നു, ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പറഞ്ഞല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ യുവതീ പ്രവേശം മറികടക്കാൻ നിയമനിർമ്മാണം നടപ്പില്ല. കമാന്നൊരക്ഷരം ഇന്ത്യൻ പാർലമെന്റിനുള്ളിൽ മിണ്ടിയിട്ടുണ്ടോ BJPയുടെ പ്രതിനിധികൾ? അപ്പൊ നിങ്ങൾക്ക് അത് തന്നെയാണ്, കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കണം, ഇതിങ്ങനെ കലങ്ങി നിൽക്കട്ടെ എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം. ശ്രീകുമാർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ദേവസ്വം എന്ന് പറയുന്ന സംസ്ഥാന വിഷയമാണെന്നുള്ളത്. കേന്ദ്ര ഗവൺമെന്റിന്റെ പാർലമെന്റിലൊന്നും അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കാൻ ഒക്കില്ല. ഏതോ മാധ്യമങ്ങൾ പടച്ചുവിട്ടത് കേട്ടിട്ട് താങ്കൾ ഇങ്ങനെ പറയില്ല. നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം വാട്സാപ്പിൽ വരുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് പോകുന്നൊരു വിഷമമുണ്ട്. കാരണം താങ്കൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, ഷൂന്നൊക്കെ കഥ സൂചിപ്പിക്കുകയുണ്ടായി. നെഹ്റുവിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന MO മത്തായി ജനിച്ച സ്ഥലമാണിത്. അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട്, റെമിനൻസ് ഓഫ് ദ നെഹ്റു ഏജ്. ഈ നെഹ്റു എവിടൊക്കെ നക്കിക്കൊടുത്തുകൊണ്ടാണ് ഈ ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടുന്ന ചരിത്രം ആ ആട്ടകഥയ്ക്കകത്തൊന്ന് വായിച്ചു. ഈ ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്ന് പോയ സ്വർണം, 4 കിലോ സ്വർണത്തിന്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരിക്കുന്നു. അതിന് വ്യക്തമായൊരു മറുപടി ഇവിടെ ലഭിച്ചില്ല എന്ന വിഷമത്തോടു കൂടിയാണ് ഞാൻ ഈ ചർച്ച ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ സമഗ്രമായ ഈ ചോദ്യങ്ങളും സംവാദ പരിപാടികളും ഇനിയും തുടരും. നാളെ എരുമേലിയിൽ 7:30
ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. നമസ്തേ.